എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് ഞാനും നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ മറുപടി ഒന്നും കിട്ടുന്നില്ല. എല്ലാവരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു, പക്ഷെ ഉത്തരം കിട്ടുന്നില്ല. അതിന് കാരണം അള്ളാഹിനെ കുറ്റപ്പെടുത്തണ്ട. നീ ദുആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല എങ്കിൽ അള്ളാഹിനെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്, നീ നിന്നെ കുറ്റപ്പെടുത്ത. നീ ചോദിക്കുന്ന കാര്യം അള്ളാഹ് കേൾക്കണില്ല. അതന്നെ നീ ഇത്രയും കാലം കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നു. ഈ ദുആ ചെയ്യുന്നത് അള്ളാഹ് കേട്ടാലല്ലേ ഉത്തരം തരൂ. ഒരു മനുഷ്യന്റെ ചോദിക്കുന്ന കാര്യം കേട്ടാലല്ലേ ഉത്തരം. നീ ചോദിക്കണത് അള്ളാഹ് കേൾക്കണില്ല. അതന്നെ എല്ലാവരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ദുആ ചെയ്ത വെറുതെ ഒന്നും സ്വീകരിക്കൂല. എങ്ങാതി നിനക്ക് തോന്നുന്നുണ്ടോ വെറുതെ ഇങ്ങനെ നടന്ന് വിളിച്ചു പോയാ കേൾക്കുമെന്ന്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ദുആ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ 6 നിയമങ്ങൾ പാലിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ ബക്കറ്റ് പിരിവിന് സമയമായി? അവിടെ അങ്ങനെ ഇരുന്ന് വഴുതൊക്കെ അങ്ങാതി ബക്കറ്റൊക്കെ എടുത്ത് കള പോയിരുന്ന് വഴുതൊക്കെ. സ്വന്തം കാര്യം നോക്ക്. ആദ്യം പള്ളിക്കൂടി പോകേണ്ടതല്ലേ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ബക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇറങ്ങി ഓടും. അതുകൊണ്ട് പേടിച്ചിട്ടാ, വേറൊന്നുമല്ലട്ടാ. ബക്കറ്റ് എടുക്കുമ്പോ ഇറങ്ങി ഓടാൻ ചില ബിരുദന്മാരുണ്ട്. അളിയനോട് അളിയ ബക്കറ്റ് എടുക്കുമ്പോ മുങ്ങിയേക്കാം. ചിലര് പിരിവ് തുടങ്ങുമ്പോ മുങ്ങിയേക്കാം. ചിലര് ദുആയ്ക്ക് എഴുന്നേക്കുമ്പോ മുങ്ങാം. പിന്നെ ചിലർ അവസാനം വരെ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അള്ളാഹു അവസാനം വരെയുള്ളവരുടെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഫാനം തിരിച്ചു നോക്കോപ്പാ. പരലോകത്തിൽ നിന്ന് ഉരുകേണ്ടതല്ലേ. ഒരു മനുഷ്യന്റെ ദുആ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ വെറുതെ സ്വീകരിക്കൂല. ഒരാളുടെ ദുആ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ 6 നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ദുആ ചെയ്യണം. എങ്കിലേ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടാകത്തുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആ 6 കാര്യം എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ 10:35. ഇനി ആകെയുള്ളത് എത്ര സമയം? ഇനി ആകെ ഉള്ളത് 55 മിനിറ്റ് ഉണ്ട്. ഈ 55 മിനിറ്റ് കൊണ്ട് ഞാൻ തലകുത്തി കടന്നാൽ ഈ 6 എണ്ണം പറയാൻ പറ്റൂല. എങ്കിലും എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയും. സന്തോഷത്തോടെ ദുആ ചെയ്തു പിരിയും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒക്കെ ബോറടിച്ചാ മുഖത്ത് കണ്ടിട്ട് മടുത്തു തുടങ്ങിയ പറ മനുഷ്യന്മാരെ, നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്. എല്ലാരും അവരുടെ കസേര ഇങ്ങോട്ട് കയറ്റിയിട്ട് ഒന്ന് ഫ്രണ്ടിലോട്ട് വാ. നിങ്ങളെ എനിക്കൊന്ന് കാണാനാ. ഒന്ന് ഫ്രണ്ടിലോട്ട് കയറിക്ക്. ഈ കടക്കണ കസേര വാപ്പ നിങ്ങൾക്കുള്ളത് അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ കസേര എടുത്തോണ്ട് ഫ്രണ്ടിലോട്ട് വാ. എല്ലാരും ഇങ്ങോട്ട് കയറിക്ക്. ഇങ്ങോട്ട് കയറിക്കോ. അപ്പന അതെടുത്തോ. ഈ ഫ്രണ്ടിൽ കിടക്കണ കസേര തന്നെ എടുത്തോ. നിങ്ങൾ ഇങ്ങോട്ട് കയറിയിരുന്നാൽ മതി ധൈര്യമായിട്ട്. ഒരുപാട് എടുത്തിരിക്കണ്ട. പ്രാണികൾ കയറിക്കളെ. മൈക്ക് സെറ്റുകാരന്റെ വയറൊന്നും നശിപ്പിച്ചു കളയില്ല. എല്ലാം ഇങ്ങോട്ട് വാ കേറ്. അകന്നകന്നകല്ല, അടുത്തടുത്തിരിക്ക്. ഇടയിൽ സ്ഥലമൊന്നും വേണ്ട. എല്ലാരും ഇങ്ങോട്ട് കേറ്. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാ അൽഹംദുലില്ലാഹ്. എല്ലാരും ഒന്ന് കാണാനാ. ഇനിയിപ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ ഒന്ന് കാണാൻ വേണ്ടിയാ. താത്തമാരൊക്കെ നിങ്ങൾ ഇരുന്നോപ്പാ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അടുത്തിരിക്കട്ടാ. പെണ്ണുങ്ങൾ കഴിയെങ്കിൽ ആ കസേര ഒന്ന് ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാരും അവനവന്റെ കാര്യം നോക്കിക്കോ. സ്ത്രീയും വെച്ചു കൊടുത്തിട്ടുണ്ടില്ലേ, ചുമ്മാ അല്ല, എല്ലാം അതിന്റെ ഓട്ടി. 6 അടി നീളത്തിൽ ഇവിടെ നിൽക്കുന്നു. കണ്ണിന് കാഴ്ചയില്ലേ? ഇവിടെ കണ്ടാ പോരെ, എന്തിനാ അവിടെ നോക്കിയിരിക്കണം? ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് കണ്ടാ. ഇത്രയും പേരുണ്ടായിരുന്ന പഠിച്ചാന്. ഇരുന്ന് പറഞ്ഞാലോ നാലേക്ക. മൈക്ക് സെറ്റുകാരാ ഇരുന്ന് പറയാൻ പറ്റുമോ? വേണ്ട, പരലോകത്ത് നിൽക്കേണ്ടി വരുമല്ലോ. അവിടെ രക്ഷപ്പെട്ടാലോ. ശരി, ഇരി. ഇങ്ങോട്ട് ഇറങ്ങി ഓടുന്നു കുറച്ചെണ്ണം. ഇങ്ങോട്ട് വാടാ ചങ്ങായിമാരെ. സ്വർഗത്തിൽ വാ, മുന്നോട്ട് വാ, അടുത്ത് വാ. എല്ലാ ഇലക്ഷന്റെ പ്രചരണത്തിലാ. ആര് ജയിക്കും ആര് തോക്കും, ആര് വേണം ജയിക്കട്ടെ. ഇപ്പൊ എല്ലാരും ഇലക്ഷനിൽ ആര് ജയിക്കും ഇല്ലേ? ആര് ജയിച്ചാലും നിനക്കെന്താ, നീ തോക്കാതിരുന്നാ മതി. അള്ളാഹു അതല്ലേ ഉണ്ട്. എല്ലാരും ഇലക്ഷനിൽ ആര് ജയിക്കും, പാർട്ടിയുടെ സർവേ ഒക്കെ നടക്കണേ. എടാ, ആര് ജയിച്ചാലും നിനക്കൊന്നുമില്ല, അസ്രായേല് വരും. ആര് ജയിച്ചാലും വരും. നീ പള്ളിക്കുഴി പോകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നീ ജയിക്കുക നോക്ക്, അത്രേ ഉള്ളൂ. നീ ജയിക്കണം. എപ്പോഴും നിന്റെ റൂഹ് പിടിക്കാൻ മലക്ക് വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാ നീ ജയിച്ച്, ഇല്ലെങ്കിൽ നീ തോറ്റുപോയി. അള്ളാഹു ജയിക്കുന്നവരിൽ പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ഇനി ആ കസേരയിൽ ഇരുന്നു. ഇത്രയും പേരുണ്ട്, അൽഹംദുലില്ലാ. ഉണ്ടോ കുറച്ച് കസേര ഉണ്ടോ? മലക്കൾ ഇരിക്കുന്നുണ്ടോ പുറകില്? ഒന്ന് തിരിഞ്ഞു നോക്കുക. കാര്യം വരെ മലക്കൾ ഇരിക്കുന്നുണ്ടോ പുറകില്? അതുണ്ട്. അത്രയും കസേര ഇടയിൽ വെറുതെ കിടന്നേ. ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, ഒരാളുടെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ വെറുതെ ചോദിച്ചാ പോരാ. 6 നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ദുആ ചെയ്താൽ ആ മനുഷ്യന്റെ ദുആയിന് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ?
ഒന്നാമത്തെ കാര്യം എന്താണ്? പഠിച്ചോ. എത്രയോ കാലം കൊണ്ട് ദുആ ചെയ്യുന്നു. ഉസ്താദേ, എന്റെ ദുആയ്ക്ക് ഉത്തരം കിട്ടാത്തതിന്റെ കാരണം ഇത് തന്നെയാണ് എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ദുആ ചെയ്താ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ മാനദണ്ഡം എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താ? തൗബതൻ നസൂഹാ. നിന്റെ ദുആയ്ക്ക് ഇഖ്ലാസ് വേണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വെറുതെ ദുആ ചെയ്താ പോരാ, വെറുതെ കിടന്ന് ദുആ ചെയ്താ പോരാ. ആ ചെയ്യുന്ന ദുആയിൽ ഇഖ്ലാസ് ഉണ്ടാകണം, ഈമാൻ ഉണ്ടാകണം. ഇതറിയില്ല എന്താ? എന്റെ പ്രിയമുള്ളവരെ, ദുആയ്ക്ക് ഒരു കുറവില്ല. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ ഒരു മനുഷ്യൻ ഇരുന്നിട്ട് ദുആ ചെയ്യാ. ദുആ എന്ന് പറഞ്ഞാൽ ചെറിയ ദുആ ഒന്നുമല്ല, വിളിച്ചു കൂവാ അല്ലോ അല്ലോ. കണ്ടിട്ടില്ലേ ചില ദുആ? ചിലരുടെ ദുആ കണ്ട വല്ലാത്ത ദുആ, വിളിച്ചു കൂവിയിട്ട് ദുആ ചെയ്യാ. ഈ വിളിച്ചു കൂവിയിട്ട് ദുആ ചെയ്തവനോട് അള്ളാന്റെ റസൂല് വെച്ച് എന്തെന്നറിയോ? അല്ല ചങ്ങാതി, നീ ആരെയാ വിളിക്കണ? നീ വിളിക്കണ അള്ളാഹിക്ക് ചെവി കേൾക്കൂടാ, കടന്നു കൂവണ്ട. കടന്ന് വിളിച്ചു കൂവിയിട്ട് പൊട്ടി ഇങ്ങനെ കരഞ്ഞു വിളിച്ചോണ്ട് ദുആ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനോട് മുത്തുനബി പറഞ്ഞത്, നീ വിളിക്കണ അള്ളാഹിക്ക് ചെവിയും കേൾക്കും കണ്ണും കാണും, അന്ധനൊന്നും അല്ല അള്ളാഹ്. നീ ഇങ്ങനെ കടന്ന് വിളിച്ചു കൂവണ്ട. ഇങ്ങനെ വിളിച്ചു കൂവിയ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ കടന്ന് വിളിച്ചു കൂവിയിട്ട് നാട്ടുകാർ മുഴുവനും കേൾക്കണം, അയൽവാസി വരെ കേൾക്കണം, ഇവിടെ വലിയ ദുആയാണ്. എന്തോ ഈമാൻ അപ്പോൾ എന്താ ഇഖ്ലാസ? ഇപ്പൊ സദസ്സി തന്നെ ദുആ ചെയ്യും. ചില ആൾക്കാർ നമ്മുടെ കൂടെ വരും. നമ്മൾ ദുആ ചെയ്യുമ്പോ ഓന്റെ പേര് പ്രത്യേകം എടുത്ത് പറയണം, ഇല്ലെങ്കിൽ പറ്റൂല. അവന്റെ പേരെടുത്ത് വെച്ച് ദുആ ചെയ്യണം. അപ്പൊ ഈ ദുആ ചെയ്യണം നമ്മൾ എന്താ? എന്ത് ഇഖ്ലാസ്? ഇവന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും വിചാരിക്കുമെന്ന് ഭയന്നിട്ട് അപ്പോഴും ദുആ ചെയ്യുമ്പോ എന്ത് ഇഖ്ലാസ് മനുഷ്യന്മാരെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആർക്കും ഇഖ്ലാസില്ല, ഈമാനില്ല, ചുമ്മാതെ കടന്നിട്ട്. അതുകൊണ്ടാ പറഞ്ഞത്, ഒരുപാട് ശബ്ദം ഉയർത്തിയിട്ടും ദുആ ചെയ്യാൻ പാടില്ല, എന്നാ ശബ്ദം താഴ്ത്തിയിട്ടും മനസ്സിലും ദുആ ചെയ്യാൻ പാടില്ല, എന്നാൽ ഇഖ്ലാസ് പോയി. മനസ്സിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അല്ലാഹ് പുറത്ത് അല്ലാഹ് പുറത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോഴും ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാ പറഞ്ഞത് രണ്ടിന്റെയും മധ്യമായ രീതിയിൽ. അതുകൊണ്ടാ പ്രവാചകൻ പറഞ്ഞ്, നിങ്ങൾ ദുആ ചെയ്യുമ്പോ, ഇന്ന് പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് അല്ലോ പടച്ചോനെ നരകത്തിന് കാക്കണേ അല്ലാ, പാവം പൊറുക്കണേ അല്ലാ, ഉസ്താദ് നെഞ്ചു പൊട്ടിയിട്ടാ ദുആ ചെയ്യണേ, പുറകിരിക്കണവൻ സദ്യ. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദ് ദുആ ചെയ്യുമ്പോ സദ്യ തിന്നാനിരിക്കുക, ചമ്മണം കൂട്ടി ഇങ്ങനെ കണ്ടിരിക്കുക. എടാ നേരെ ചൊവ്വ കൈ പിടിക്കാൻ സമയമുണ്ടോ? നിങ്ങൾ ആലോചിക്കുക. ഉസ്താദന്മാരൊക്കെ പള്ളിക്കകത്തിരുന്ന് ദുആ ചെയ്യുമ്പോ, സ്വന്തം വാപ്പ മരിച്ചിട്ട് 3-ന്റെ അന്ന് ദുആ ചെയ്യുമ്പോ എത്ര പേര് ഇങ്ങനെ കൈ പിടിക്കണം? ഇങ്ങനെ ദുആ ചെയ്യുമ്പോ കൈ പിടിക്കണമെന്നാ? അള്ളാന്റെ മുന്നിൽ യാചിക്കുന്നവനെ പോലെ ഇങ്ങനെ നിക്കണമെന്നാ? നീ നിക്കോ? എങ്ങനെ കൈ? ബിരിയാണി തിന്നായിരിക്കുന്ന പോലെ ഇങ്ങോട്ട് ഇരുന്നിട്ട്. ചിലതൊക്കെ പോയിട്ട് ഫർദ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയെ കൊണ്ടുപോയി ഭിത്തിയുടെ ചാരിയിട്ടിരിക്കുക, കടപ്പുറത്ത് കിടക്കണ പോലെ, എന്റെ ബീച്ചുകളിൽ കിടക്കണ പോലെ കാലും കയ്യും നീട്ടിട്ട് ഒരു കിടപ്പ്, ഒരു ദിക്ർ പറയാൻ. പള്ളിയിൽ ഉസ്താദന്മാര് ദുആ ചെയ്യുമ്പോ നേരെ ജബ ഇങ്ങനെ കൈപിടിക്കുന്നവരുണ്ട്, നേരെ ജബ അള്ളാന്റെ മുന്നിൽ യാചിക്കുന്നവനെ പോലെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ഒന്ന് കൈപിടിച്ചിട്ട് ആമീൻ പറയണ എത്ര പേരാ ഉള്ളേ? പള്ളിക്കകത്ത് പടച്ചോനെ ഇമാമ് ദുആ ചെയ്യുമ്പോ ആമീന്റെ ശബ്ദമില്ല, ഇമാമിന് തന്നെ പണ്ടാരവും നിർത്തിയാൽ മതി തോന്നും. കാരണം അതില്ല. എന്നാ വെളിയിലിറങ്ങിയാലോ ഇവന്റെ ശബ്ദം കേൾക്കണ എന്താ ഇല്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ഇല്ലാതെ ഒരമലും അല്ലാഹു സ്വീകരിക്കില്ല. നിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല. അതിന് ഒരുപാടൊന്നും ദുആ ചെയ്യണമെന്നൊന്നുമില്ല. നീ ഒരുപാട് കടന്ന് വിളിച്ചു പോയി ദുആ ചെയ്യണമെന്നില്ല. ചോദിക്കുന്നത് ഒരു വാക്കാണെങ്കിലും അതിനകത്ത് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാടൊന്നുമില്ല, നിസ്കരിച്ചിട്ടല്ല, തഹജ്ജുദ് നിസ്കരിച്ചിട്ടല്ല, നോമ്പ് പിടിച്ചിട്ടല്ല, സദക്ക കൊടുത്തിട്ടല്ല, ഖുർആൻ ഓതിയിട്ടല്ല, ഇതൊക്കെ ചെയ്തിട്ട് ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഇത് വേണ്ട എന്നല്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാതെ ചോദിക്കുന്ന വാക്ക് ഒരേ ഒരു വാക്കാണെങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് 60 വയസ്സുള്ള ഒരു പ്രായം ചെന്ന സ്വഹാബിയുണ്ടല്ലോ. അല്ലാഹുവേ,
നേരെ നടക്കാൻ പോലും കഴിയുന്നില്ല. കാലിന് മുടന്തുള്ള അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മുത്തുനബിയുടെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാ. റസൂലുള്ള ചോദിക്കുന്നു, എന്തിനാ കരയുന്നത്? നബിയേ, എന്റെ മക്കൾ യുദ്ധത്തിന് പോകാൻ എന്നെ അനുവദിക്കുന്നില്ല. എനിക്ക് യുദ്ധത്തിന് പോകണം നബിയേ. ഉഹദിന്റെ രണാങ്കണത്തിൽ എനിക്ക് കടന്നു പോകണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് പ്രായമായില്ലേ? വാപ്പാ 60 വയസ്സുണ്ട്, അത് മാത്രമല്ല വികലാംഗനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് യുദ്ധം ചെയ്യൽ നിർബന്ധമില്ലല്ലോ. ആ സ്വഹാബി പറഞ്ഞു, ഇല്ല നബിയേ, എനിക്ക് യുദ്ധത്തിന് പോകണം നബിയേ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് യുദ്ധം ചെയ്യാനുള്ള അനുവാദം കൊടുത്തു. 60 വയസ്സുള്ള ആ പ്രായം ചെന്ന് നേരെ നടക്കാൻ കഴിയാത്ത കാലിന് മുടന്തുള്ള സ്വഹാബി ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടക്കുകയാണ്. ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നിട്ട് പടച്ചുറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തുകയാണ്. അല്ലാഹുവിന്റെ മുന്നിലേക്ക് 2 കൈയുമൊന്ന് ഉയർത്തി. എന്നിട്ട് റബ്ബിനോട് ചോദിച്ചത് ഒരേ ഒരു വാക്ക്, ഒരേ ഒരു വാക്കാട്. അല്ലാഹുവിന്റെ മുന്നിലേക്ക് 2 കരങ്ങളും ഉയർത്തിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ർസുഖ്നി ശഹാദ. അല്ലാഹുവേ, ഈ യുഗത്തിന്റെ രണാങ്കണത്തിൽ നിന്ന് എന്നെ ജീവനോടെ മടക്കല്ലേ അല്ലാ. വാപ്പാ ഒരേ ഒരു വാക്കേ ചോദിച്ചുള്ളൂ. അവിടുന്ന് ജനാസയാ കൊണ്ടുപോയത്. ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് ജനാസയാ കൊണ്ടുപോയത്. ചോദിച്ചത് ഒരേ ഒരു വാക്ക്, അല്ലാഹുമ്മ ർസുഖ്നി ശഹാദ. എനിക്ക് ഷഹീദാകാൻ ഭാഗ്യം തരണേ അല്ലാ. ആ ചോദിച്ചതിൽ ഈമാൻ ഉണ്ടായിരുന്നു, ആ ചോദിച്ചതിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു, ആ ചോദിച്ചതിൽ ഇഖ്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചോദിച്ചതിനുള്ള ഉത്തരം അല്ലാഹു അപ്പം തന്നെ കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നവരാ. ദുആയ്ക്കൊരു കുറവുമില്ല, പക്ഷേ ഉത്തരം കിട്ടുന്നില്ല. അല്ലാഹുവേ, പടച്ചവനെ ദുആ ചെയ്യണം ചെറുപ്പക്കാരാ. ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യണമടാ. വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടപ്പുറപ്പും കുടുംബക്കാരും ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യണം. ഭാര്യയും ഭർത്താവും ദുആ ചെയ്യണം. വാപ്പയും ഭാര്യയും മക്കളും കൂടെ ദുആ ചെയ്യണം. വാപ്പയും സഹോദരങ്ങളും കൂടെ ദുആ ചെയ്യണം. എന്തിനു കൂട്ടുകാരിരുന്ന് ദുആ ചെയ്യണം? ഇന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മുഴുവനും കൂട്ടുകാര് നടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട യുവത്വേ, ഉഹദിന്റെ രണാങ്കണത്തിലെ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, പാതിരാത്രി വീടിന്റെ അകത്ത് കിടന്നുറങ്ങുമ്പോ ഒരു കൂട്ടുകാരൻ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഒരു സ്വഹാബി തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കടന്നതല്ലോ. കിടന്നുറങ്ങുന്നവനെ പാതിരാത്രി വിളിച്ചിറക്കുകയാണ്. കള്ളു കുടിക്കാനായിരുന്നില്ലോ, വ്യഭിചരിക്കാനായിരുന്നില്ലോ, മോനെ ഏതെങ്കിലും വൃത്തികേടുകൾ ചെയ്യാനായിരുന്നില്ല. വീടിന്റെ അകത്ത് കിടക്കുന്ന കൂട്ടുകാരനെ വിളിച്ചിറക്കി. 2 പേരും കൂടെ ഉളുവെടുത്തു, 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് പാതിരാത്രി പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് 2 പേരും കൂടെ നിസ്കാരപ്പായിലിരുന്നു. എന്നിട്ട് പറയുന്നു, കൂട്ടുകാരാ, ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യാൻ പോകുകയാണ്. ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യാൻ പോകുകയാ. നീ എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നീ ഇഖ്ലാസോട് കൂടി ആമീൻ പറയടൂ. എന്നിട്ട് ആ കൂട്ടുകാരൻ അല്ലാഹുവോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ, നാളെ യുദ്ധക്കളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്നെക്കാളും ആരോഗ്യമുള്ള ഒരു യോദ്ധാവിനെ എനിക്ക് എതിരായി തരണേ അല്ലാ.
അവൻ എന്റെ കൈവെട്ടി മുറിക്കണേ അല്ലാ, എന്റെ കാല് വെട്ടി മുറിക്കണേ അല്ലാ, എന്റെ ചെവി മുറിച്ചു മാറ്റണേ അല്ലാ, എന്നെ ജീവനോടെ മടക്കല്ലേ അല്ലാ. രണ്ടുപേരും കൂടെ രാത്രി ഇരുന്ന് ദുആ ചെയ്ത് കെട്ടിപ്പിടിച്ച് സലാം പറഞ്ഞ് പിരിയുകയാണ്. അവസാനം ഉഹദിന്റെ രണാങ്കണത്തിലെ യുദ്ധം കഴിഞ്ഞു. പടച്ചവനെ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്. എന്തിനാ ഓടുന്നതെന്നറിയുമോ? യുദ്ധക്കളത്തിലൂടെ എന്തോ തിരഞ്ഞു നടക്കുകയാണ്. എന്തിനാണ് ഓടുന്നതെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഇന്നലെ രാത്രി തന്റെ കൂട്ടുകാരൻ അല്ലാഹുവിനോട് ദുആ ചെയ്തല്ലോ, ആ ദുആ അല്ലാഹു സ്വീകരിച്ചോ എന്നറിയാനാ ചെന്ന് നോക്കുമ്പോ മരണത്തോട് മല്ലടിച്ച് കൊണ്ട് കിടക്കുകയാണ്. അവിടത്തെ കാല് മുറിച്ചിട്ടുണ്ട്, അവിടത്തെ കൈവെട്ടി മുറിച്ചിട്ടുണ്ട്, അവിടത്തെ ചെവി മുറിച്ചു മാറ്റിയിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിച്ചല്ലോ എന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, വെറുതെ കരഞ്ഞാ പോരാ, വെറുതെ ചോദിച്ചാ പോരാ. അല്ലാഹുവാണ് പറയുന്നത്, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. ഇഖ്ലാസോടുകൂടി നീ അല്ലാഹുവിനോട് തൗബ ചെയ്യൂ. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീൻ. എല്ലാ ഇബാദത്തുകളും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് വേണമെന്നാ മുത്തുനബി പറയുന്നുണ്ട്. ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്, ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണോ? അത് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ടാകട്ടെ, ഹജറുൽ അസ്വദിന്റെ ചുംബിച്ചിട്ടാകട്ടെ, അല്ലാഹുവേ മഖാം ഇബ്രാഹിമിന്റെ മുന്നിലാകട്ടെ, ഹിജ്രി ഇസ്മായിലിന്റെ അകത്താകട്ടെ, സ്വർണ്ണപ്പാത്തിയുടെ താഴെയാകട്ടെ, സംസം വെള്ളം കുടിച്ചിട്ടാകട്ടെ, സഫയിലും മർവയിലുമാകട്ടെ, പുണ്യനബിയുടെ റൗള ശരീഫിന്റെ മുറ്റത്താകട്ടെ, മഹാന്മാരുടെ ഖബറിന്റെ മുന്നിലാകട്ടെ, മജ്ലിസുൻ നൂർ നടത്തിയിട്ടാകട്ടെ, സലാത്ത് പറഞ്ഞിട്ടാകട്ടെ, എപ്പോഴെവിടെ വെച്ചാണെങ്കിലും നിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്ന് ഇഖ്ലാസ് വേണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എവിടെ വെച്ചാണ് ദുആ ചെയ്യുന്നതെങ്കിലും ആ ദുആയിക്ക് ഇജാബത്ത് ഉണ്ടാകണമെങ്കിൽ ഒന്ന് ഇഖ്ലാസ് ഉണ്ടാകണം. അല്ലാഹു ഇഖ്ലാസ് എനിക്ക് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഖ്ലാസ് എന്താ നമുക്കറിയില്ല. അതുകൊണ്ട് മഹാന്മാര് ചരിത്രത്തിൽ കാണാം, ജനങ്ങളെല്ലാവരും കൂടെ ഒരു മരത്തിനെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഒരു ഈമാനുള്ള മനുഷ്യന് സഹിക്കാൻ കഴിയാതെ ശിർക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ മരം മുറിക്കാൻ പോയത്രേ. മരം മുറിക്കാൻ വേണ്ടി നടന്നു പോകുമ്പോ ഇബ്ലീസ് ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് ഇയാളെ തടഞ്ഞു. രണ്ടുപേരും കൂടെ യുദ്ധം തുടങ്ങി. അവസാനം ഈ മനുഷ്യൻ ഇബ്ലീസിനെ തോൽപ്പിച്ചു കളഞ്ഞു യുദ്ധത്തിൽ. അപ്പൊ ജനങ്ങളെല്ലാവരും ഓടി രക്ഷപ്പെട്ടു. അവസാനം മരം മുറിച്ചില്ല. ഈ മനുഷ്യൻ വീട്ടിലേക്ക് വന്നു. പിറ്റേ ദിവസം ജനങ്ങൾ ആരാധിക്കുന്നത് കണ്ടപ്പോ രണ്ടാമതും യുദ്ധത്തിന് പോയി. അപ്പോഴും ഇബ്ലീസിനെ പരാജയപ്പെടുത്തി, ഇബ്ലീസിനെ പരാജയപ്പെടുത്തി. മൂന്നാമത്തെ ദിവസവും ഈ മനുഷ്യൻ മരം മുറിക്കാൻ പോകുമ്പോ ഇബ്ലീസിന് കാര്യം മനസ്സിലായി, ഇവനെ ഇനി പിടിച്ചു നിർത്താൻ പറ്റൂല. ഇബ്ലീസ് പറഞ്ഞു, ഈ മരം നീ മുറിച്ച് കളയാതെ ഇരുന്നാൽ എല്ലാ ദിവസവും രാവിലെ നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ നിന്റെ തലകണയുടെ അടിയിൽ ഒരു സ്വർണ്ണ നാണയം ഞാൻ തരാം, കൊണ്ടുവെക്കാം. ഈ മനുഷ്യൻ തിരിച്ചു വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ സ്വർണ്ണ നാണയം കിട്ടി. രണ്ടാമത്തെ ദിവസം നോക്കിയപ്പോഴും സ്വർണ്ണ നാണയം കിട്ടി. മൂന്നാമത്തെ ദിവസം നോക്കുമ്പോ സ്വർണ്ണ നാണയം ഇല്ല. ഉടനെ വാളും എടുത്തിട്ട് മരം മുറിക്കാൻ പോയി. മരം മുറിക്കാൻ പോകുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ ഇബ്ലീസ് നിൽക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ യുദ്ധം തുടങ്ങി. ഒറ്റ അടിക്ക് ഇബ്ലീസ് അടിച്ചു തറയിലിട്ടു. അപ്പൊ ഈ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാ, 2 പ്രാവശ്യം ഞാൻ ഇവനെ പരാജയപ്പെടുത്തി, മൂന്നാമത്തെ പ്രാവശ്യം ഒറ്റ നിമിഷങ്ങൾക്കുള്ളിൽ ഇവൻ എന്നെ പരാജയപ്പെടുത്തി. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, എടാ, ഇനി നീ എത്ര യുദ്ധം ചെയ്താലും ജയിക്കൂല. കാരണം നീ ആദ്യം 2 പ്രാവശ്യം മരം മുറിക്കാൻ വന്നത് ഇഖ്ലാസോട് കൂടിയായിരുന്നു, അള്ളാന്റെ തൃപ്തി കരുതിയിട്ട്. ഇപ്പൊ വന്നത് പൈസ കിട്ടാത്തതിന്റെ വാശിയില്ല, നിന്നെ കൊണ്ട് പറ്റൂല. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഏത് കാര്യമാണെങ്കിലും മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരുപാട് സ്വഹാബികളെ കൊന്ന ഒരുത്തനെ യുദ്ധത്തിൽ പിടിച്ച് കൊല്ലാൻ വേണ്ടി താഴെ തള്ളിയിട്ടു.
ഒരുപാട് സഹാബത്തിനെ കൊന്നവനാ, അത്രയ്ക്കും വലിയ ശത്രു. അവന്റെ നെഞ്ചത്ത് കയറിയിട്ട് കഴുത്തിൽ കത്തി വെച്ച് മുറിക്കാൻ, കഴുത്ത് വെട്ടിമുറിക്കുന്നതിന് വേണ്ടി കഴുത്തിന്റെ തൊണ്ടക്കുടിയിലേക്ക് കത്തിവെച്ചു. ആ സമയത്ത് ആ മനുഷ്യൻ കാർക്കിച്ച് അലിയാര് തങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി. അലിയാര് തങ്ങൾ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി, അവനെ കൊന്നില്ല. സ്വഹാബികൾ ചോദിച്ചു, എന്തേ അലിയെ? അലിയാര് തങ്ങൾ പറഞ്ഞു, ഞാൻ അവനെ കൊല്ലാൻ നോക്കുമ്പോൾ അവൻ എന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയപ്പോ എനിക്ക് അവനോട് അല്പം ദേഷ്യം തോന്നി. ആ രംഗത്തിൽ ഞാൻ അവനെ കൊന്ന അള്ളാന്റെ മുന്നിൽ ഞാൻ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞതെന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നീ അള്ളാഹുവിനോട് എപ്പോൾ ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ ചോദിക്കുന്നതിൽ ഈമാനോടുകൂടി ചോദിക്ക്, ഇഖ്ലാസോടുകൂടി ചോദിക്ക്, ആത്മാർത്ഥമായിട്ട് ചോദിക്ക്. അള്ളാഹുവിന്റെ ദുആയ്ക്ക് ഇജാബത്ത് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2 ഞാൻ വിശദീകരിക്കുന്നില്ല. 2, ഒരാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന വസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? നീ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇസ്തിഗ്ഫാറുകൾ നീ അധികമായിട്ട് പറയണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നമ്മളെല്ലാവരും ഈ ദിക്ർ പറയുന്നവരാ. വെറുതെ കയ്യിൽ തസ്ബീഹ് വെച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹ് 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 വെറുതെ പറയാനുള്ള ദിക്റല്ല ഉമ്മ. എന്താണ് അസ്തഗ്ഫിറുല്ലാഹ് എന്നറിയുമോ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് ഒരു തൗബയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവേ ഞാൻ ഒരുപാട് പാപം ചെയ്തു പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് ഒരേ ഒരു പ്രാവശ്യം ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്ത ഒരു മനുഷ്യന് ആ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട്, റബ്ബേ ഒരുപാട് പാപങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി തമ്പുരാനെ, നീ അത് പൊറുത്തുതാ അല്ലാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നൊരു പ്രാവശ്യം നീ പറഞ്ഞാൽ നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് ഒരു തൗബയാ. നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപം മുഴുവനും പൊറുക്കണമെങ്കിൽ ഒറ്റ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി. പക്ഷെ പറയേണ്ടത് പോലെ പറയണം. നീ അങ്ങനല്ല കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹ് 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 ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ പറഞ്ഞാൽ പാപം ഉണ്ടാവത്തുള്ളൂ, നീ നരകത്തിൽ പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ വെറുതെ പറയാനുള്ളതല്ല, ആ ദിക്റിന് വലിയ മഹത്വമുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ അസ്തഗ്ഫിറുല്ലാഹ് പറ സ്വഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് പറയാറ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു 70 പ്രാവശ്യം എണ്ണിപ്പറ സഹാബാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ. എത്ര പ്രാവശ്യം? 70 പ്രാവശ്യം. 70 പ്രാവശ്യം എണ്ണിപ്പറ സഹാബ. അനസ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് ചോദിച്ചു, നബിയെ 70 എന്ന് പറയാൻ കാരണം എന്താ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ അല്ലാഹു അവന് 7 പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ 70 പ്രാവശ്യം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രി മുതൽ, ഇന്നത്തെ ഈ ദിവസം മുതൽ ഓർമ്മയുള്ള കാലത്തോളം, മരിക്കുന്ന കാലത്തോളം 70 പ്രാവശ്യമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് പറയണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവര് കൈപൊക്ക്, പ്രതിഫലം പറയാം. പൊക്കണ്ടവനൊക്കെ പൊക്കിക്കോ. ഈ പൊക്കാത്തവന്മാരൊക്കെ കൈ പൊക്കാത്തത് ഓർത്ത് കരയും. അത്ര ഞാൻ പറയും. പ്രതിഫലം പറയുമ്പോ നീ ആലോചിക്കും, പൊക്കിയില്ലല്ലോ അല്ലാഹ്,
ഞാൻ ഈ പ്രതിഫലം അങ്ങോട്ട് പറയുമ്പോ നീ ചിന്തിക്കും, പടച്ചവനെ പൊക്കാൻ പറ്റിയില്ലല്ലോ, ഇയാൾ ഇനി ഒരവസരം കൂടെ തന്നേക്കണം. അങ്ങനൊന്നും ഇല്ല, വേണമെങ്കിൽ ഇപ്പൊ പൊക്കിക്കോ. 7 പ്രതിഫലം പറയും, ദുആ ചെയ്തു പിരിയും. താല്പര്യമുള്ളവര് കൈപൊക്കും. ഇന്നു മുതൽ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പൊക്കണമെങ്കിൽ നല്ല പോലെ പൊക്കിക്കോ. ചിലപ്പോ ഇതിന്റെ പേരിലാണ് നീ അല്ലാഹ് സ്വർഗം തരുന്നത്. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്താ അമിനാത്ത നിന്റെ കൈ പൊങ്ങാത്ത? എന്നെ പൊക്കാൻ ക്രൈം വേണോ? പൊക്കും. കുറച്ച് കഴിയുമ്പോ ഞാൻ പറയാം, ഈ ചിരി അങ്ങ് മാറും. അള്ളാഹു നിനക്ക് ഞാൻ ഈ കൈ പൊക്കിയവർക്ക് കൊടുക്കുന്ന പ്രതിഫലം പറയുമ്പോ ഈ ചിരി അങ്ങ് മാറും. നീ ഇരുന്നു കരയും ഇവിടെ ഇരുന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന മനുഷ്യ, അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്നത്തെ ദിവസം നീ ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പ്രതിഫലം? ഇന്നത്തെ ദിവസം നീ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. 2 അസ്തഗ്ഫിറുല്ലാഹ് വെറുതെ ഇല്ല. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ഇന്നത്തെ ഈ സാഹചര്യവുമായിട്ട് ഏറ്റവും അനുയോജ്യമായതാ. ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മഴയില്ല, തങ്ങളെ ഉണ്ടോ മഴ? മഴയുണ്ടോ? ഇവിടെ നല്ല ആൾക്കാരുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു മഴ പെയ്യാത്ത. എന്നാ അവിടെ മഴ പെയ്തു. ഇവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ അപ്പുറത്ത് 7 മണി അങ്ങോട്ട് കഴിഞ്ഞപ്പോ നല്ല ഒരു മഴ പെയ്തു. ഇവിടെ മഴത്തുള്ളി പോലും വീണിട്ടില്ല. ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മഴയില്ല, തങ്ങളെ വെള്ളമില്ല, തങ്ങളെ ഒന്ന് ദുആ ചെയ്യ്, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു, മഴ വേണോ വെള്ളം വേണോ? അസ്തഗ്ഫിറുല്ലാഹ് പറ, അസ്തഗ്ഫിറുല്ലാഹ് പറ. രണ്ടാമതൊരാള് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മക്കളില്ല, തങ്ങളെ കല്യാണം കഴിഞ്ഞ് ഒരുപാട് കാലമായി, തങ്ങളെ മക്കളില്ല, എന്തെങ്കിലും ഒരു വഴി. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. മൂന്നാമത്തെ മനുഷ്യൻ വന്നിട്ട് പറയുന്ന, തങ്ങളെ കച്ചവടമൊക്കെ ആകെ നഷ്ടത്തില്ല, വലിയ പ്രയാസത്തില്ല, തങ്ങളെ എന്തെങ്കിലും ഒരു വഴി. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. 3 പേരോടും ഒരേ മറുപടി. ശിഷ്യൻ ചോദിച്ചു, ഉസ്താദെ എന്തേ 3 പേർക്കും ഒരേ മറുപടി തന്നെ? ഇപ്പൊ ഉദാഹരണം പറഞ്ഞ, ഗവൺമെന്റ് ആശുപത്രി പോയാലേ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോ ഇപ്പൊ പനിയാണെങ്കിലും വയറുവേദനയാണെങ്കിലും തലവേദനയാണെങ്കിലും നെഞ്ചുവേദനയാണെങ്കിലും ടാബ്ലറ്റ് വാങ്ങാൻ പോകുമ്പോ അവിടെ ഇരിക്കുന്നവന്റെ മുന്നിൽ ഒരു ബോക്സ് ഉണ്ട്, അതിനകത്തുനിന്ന് ഒരു 4 എണ്ണം എല്ലാവർക്കും തരും. അതെന്താന്നറിയില്ല, എല്ലാവർക്കും തരും. അല്ലെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതപ്പോ ചില ബിരുദന്മാരെ, ഞാൻ പണ്ട് എന്റെ 2 സുഹൃത്തുക്കളുമായിട്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി. ഗവൺമെന്റ് ആശുപത്രി പോകുമ്പോ ഈ 1 രൂപ കൊടുക്കണം പേരെഴുതുന്നതിന്. ഇവിടെ ഉണ്ടോ? അപ്പൊ ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വരി വരിയായി നിൽക്കുക. അപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായതുകൊണ്ട് അറിയില്ല. പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി കയറി ചെന്നപ്പോ അവിടെ ഒരു ചേച്ചിയായിരിക്കണം, ഇത്തിരി പ്രായമുള്ള. ആ ചേച്ചി പറഞ്ഞു, നിനക്ക് കണ്ണ് കാണത്തില്ല, ഇവിടെ ഇത്രയും പേര് നിരന്നിക്കുന്നുണ്ടല്ലോ. അത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് ആ ചേച്ചി വഴക്കു പറഞ്ഞു. അതങ്ങോട്ട് പെട്ടെന്ന് സഹിക്കാൻ പറ്റിയില്ല. അവസാനം പോയി വരിയായിട്ട് നിന്നു. എന്റെ മുന്നിൽ 2 പേര് നിൽക്കുന്നു, ഞാൻ 3ാമത്തെ ആളാ. അങ്ങനെ അവസാനം പേര് എഴുതാൻ ചെന്നപ്പോ ഈ ചേച്ചി ഇവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? 1 രൂപ വെച്ചിട്ട് വെച്ച്, എന്താ പേരെന്ന്? ഇവൻ പറഞ്ഞു, മുഹമ്മദ് അസറായിൽ എന്ന്. ആ പാവപ്പെട്ട ചേച്ചിക്ക് എഴുതാൻ അറിയാവോ? സത്യത്തിൽ അവന്റെ പേര് നിഹാസ് എന്ന്. അവൻ എന്ത് പറഞ്ഞു? മുഹമ്മദ് അസറായിൽ എന്ന്. ഈ ചേച്ചി വെടി കൊണ്ടതുപോലെ ഇരിക്കാം. എന്താ പേര്? മുഹമ്മദ് അസറായിൽ. ഇവൻ പറയാ, എഴുതാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ എഴുതാം എന്ന് പേടിച്ചിട്ട് ഇവൻ എഴുതിയിട്ട് അങ്ങോട്ട് മാറി. രണ്ടാമത്തവനോട് വെച്ച്, നിന്റെ പേരെന്താ? മുഹമ്മദ് ഇദ്രീസ് ഷാഫി എന്ന് പറഞ്ഞ ചില ബിരുദന്മാർ അങ്ങനെയുണ്ട്. അല്ലാഹു അലം. അല്ലാഹു നമ്മുടെ അതിലൊരാൾ മരണപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ശിഷ്യൻ ഗുരുനാഥനോട് ചോദിച്ചു, 3 പേർക്ക് ഒരു മരുന്നല്ലേ പറഞ്ഞേ? മക്കളില്ലാത്ത പറഞ്ഞവനും മഴയില്ല എന്ന് പറഞ്ഞവനും കച്ചവടം നഷ്ടമായി എന്ന് പറഞ്ഞവരും 3 പേർക്കും ഒരേ ഒരു മരുന്ന്. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു കൊടുത്തു, മോനെ ഞാൻ പറഞ്ഞതല്ല, ഞാനല്ല ഇത് പറഞ്ഞത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് കാണാ, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ,
വയംദിദുകും ബിഅംവാലിൻ വബനീർ. അല്ലാഹ് പറഞ്ഞത് യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് മഴയില്ല, വെള്ളമില്ല, പടച്ചവനെ കുടിക്കാൻ പോലും വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന കാലവാ. ജനങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കാലവാ. മഴ വേണോ? നിന്റെ കിണറ്റില് വെള്ളം വേണോ? കുടിക്കാൻ നിനക്ക് വെള്ളം വേണോ? ഇന്ന് അയൽവാസികൾക്ക് പോലും കൊടുക്കാൻ മടിയാണ്. പലരും വെള്ളം കൊടുക്കാത്തത് തീർന്നു പോകുമെന്ന് കരുതിയട്ടാ. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, 3 കാര്യങ്ങൾ ആര് ചോദിച്ചാൽ കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 3 കാര്യങ്ങൾ ആര് ചോദിച്ചാലും കൊടുക്കണം. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, അവിടെ നിറമില്ല. ഒന്നാമത്തെ കാര്യം, കുടിക്കാൻ ആര് വെള്ളം ചോദിച്ചാൽ കൊടുക്കണേ സഹാബാ. എന്റെ പ്രിയമുള്ളവരെ, കുടിവെള്ളം മുട്ടിക്കരുത്. ചോദിച്ചാ കൊടുക്ക്. വെള്ളം തരുന്നവൻ അല്ലാഹുവാണ്, വെള്ളം തരുന്നവൻ അല്ലാഹുവാണ്. കൊടുത്താലേ കൂടുകയുള്ളൂ ഉമ്മ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, മഴ വേണോ വെള്ളം വേണോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം